അന്തരിച്ച കലാകാരൻ കൊല്ലം സുധിയുടെ മരണം പെർഫ്യൂമാക്കി അവതരിപ്പിച്ച ലക്ഷ്മി നക്ഷത്ര ഭാര്യ രേണുവിന് സമ്മാനിച്ചിരുന്നു. ഇതേ തുടർന്ന് ലക്ഷ്മി നക്ഷത്ര നിരവധി വിമർശനങ്ങളും നേരിട്ടിട്ടുണ്ട്. സുധിയെ വിറ്റ് കാശുണ്ടാക്കാനാണ് ലക്ഷ്മി നക്ഷത്രയുടെ ശ്രമം എന്ന തരത്തിലായിരുന്നു വിമർശനങ്ങൾ. എന്നാൽ ഈ സമ്മാനം തനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണെന്നും താനാണ് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് ലക്ഷ്മിയെ സമീപിച്ചതെന്നും രേണു വെളിപ്പെടുത്തിയിരുന്നു. ദുബായ് മലയാളിയായ യൂസഫ് എന്നയാളെയാണ് സുധിയുടെ ഗന്ധത്തെ പെർഫ്യൂമാക്കി മാറ്റിയത്. ഇതേക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് രേണു ഇപ്പോൾ. ആ പെർഫ്യൂം ദേഹത്ത് അടിക്കാനുള്ളതല്ലെന്നും തനിക്കും മക്കൾക്കും തന്റെ കുടുംബക്കാർക്കും മാത്രം മനസ്സിലാകുന്ന ഒരു ഗന്ധമാണതെന്നും രേണു പറഞ്ഞു. ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല, എനിക്കും കിച്ചുവിനും വീട്ടുകാർക്കും മാത്രം മനസ്സിലാക്കുന്ന ഒരു ഗന്ധമാണ്. അത് ഇന്നീ നിമിഷം വരെ അടിച്ചിട്ടില്ല, ദേഹത്തടിക്കുന്ന പെർഫ്യൂം അല്ല എന്നാണ് രേണു പറഞ്ഞത്. സുധിച്ചേട്ടനെ ഓർക്കുമ്പോൾ അത് തുറന്നൊന്ന് മണക്കും. അപ്പോൾ സുധിച്ചേട്ടന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുമെന്ന് തോന്നും. അതിനുവേണ്ടിയുള്ള പെർഫ്യൂമാണത്, അല്ലാതെ അത് അടിക്കാൻ പറ്റില്ല. നിങ്ങളൊക്കെ അത് മണത്താൽ ഓടും, അതുപോലുള്ള ഒരു സ്മെല്ലാണത്. സുധിച്ചേട്ടൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്ന കുളിക്കുന്നതിന് മുമ്പ് ഷർട്ട് ഉരുവെക്കില്ലേ, അപ്പോഴുള്ള വിയർപ്പിന്റെയൊക്കെ മണമാണത്. ആ പെർഫ്യൂം എങ്ങനെ ദേഹത്തടിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല, അത് തീർന്നിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ഇരിപ്പുണ്ട് എന്നും രേണു സുധി വ്യക്തമാക്കി.